ഗൈസ്, ഒരൊറ്റ നിമിഷം ആ ഫോൺ താഴെ വെച്ച് ഞാൻ ഈ പറയുന്നതൊന്ന് കേൾക്കാമോ? ഇന്ന് രാവിലെ എഴുന്നേറ്റ് മുതൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായി എത്രയോ പോസ്റ്റുകൾ കണ്ടു, ലൈക്ക് അടിച്ചു, ചിലപ്പോൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ കയറി രാഷ്ട്രീയമോ സിനിമയോ പറഞ്ഞ് ആരൊക്കെയോ ആയിട്ട് പൊരിഞ്ഞ തല്ലും കൂടി കാണും. പക്ഷെ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ പോസ്റ്റ് ഇട്ടതും അതിന് താഴെ നിങ്ങളോട് തല്ലുകൂടിയ ആൾക്കാരും എന്തിനു പറയുന്നു, ആ കാണുന്ന അക്കൗണ്ടുകൾ പോലും എന്നും യഥാർത്ഥ മനുഷ്യരുടേതായിരിക്കണമെന്നില്ല. നിങ്ങൾ മണിക്കൂറോളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വികാരങ്ങളില്ലാത്ത വെറും കമ്പ്യൂട്ടർ കോഡുകളോടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? System infiltrated. സയൻസ് ഫിക്ഷൻ സിനിമകളിലെ കഥയല്ല ഇത്. ടെക് ലോകത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഇരുളടഞ്ഞ ഒരു രഹസ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദ ഡെഡ് ഇന്റർനെറ്റ് തിയറി. ഈ തിയറി വളരെ സിമ്പിളായ എന്നാൽ വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് 2016 മരിച്ചു കഴിഞ്ഞു. ഈ ഇന്റർനെറ്റിന്റെ ശവപ്പറമ്പിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. 2008-2012 കാലഘട്ടം ഓർമ്മയുണ്ടോ? ഓർക്കിട്ടും പഴയ ഫേസ്ബുക്കൊക്കെ ഉള്ള ഒരു കാലഘട്ടം. അന്ന് ഇന്റർനെറ്റ് വളരെ ഓർഗാനിക് ആയിരുന്നു. യഥാർത്ഥ മനുഷ്യന്മാർ യഥാർത്ഥ മനുഷ്യരോടായിരുന്നു സംസാരിച്ചൊരു കാലം. നമ്മൾ ഗൂഗിൾ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ മനുഷ്യർ എഴുതിയ ബ്ലോഗുകളായിരുന്നു ഒരു സമയത്ത് വരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിങ്ങളൊന്നും സെർച്ച് ചെയ്യുന്നില്ല, ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ തുറക്കുമ്പോൾ അവരായിട്ട് നിങ്ങൾക്ക് വീഡിയോകൾ തരുന്നു. ഒരു ലൂപ്പിലേക്ക് നിങ്ങളെ തളച്ചിടുന്നു. എല്ലാം ഒരേപോലെ, ഒരേ വാർത്തകൾ, ഒരേ ട്രെൻഡുകൾ, ഒരേ ട്രോളുകൾ. മനുഷ്യന്റെ ആ പഴയ ക്രിയേറ്റിവിറ്റി എവിടെ പോയി? 2016-നും 2017 ഇടയിൽ ഇന്റർനെറ്റിൽ വളരെ വിചിത്രമായ എന്തോ ഒന്ന് സംഭവിച്ചു. സൈബർ സെക്യൂരിറ്റി കമ്പനികളുടെ ഡാറ്റ പ്രകാരം 2016 ആദ്യമായി ഇന്റർനെറ്റിലെ ബോട്ട് ട്രാഫിക് മനുഷ്യരുടെ ട്രാഫിക്കിനെ മറികടന്നു. അതായത് ഇന്റർനെറ്റിൽ യഥാർത്ഥ മനുഷ്യരെക്കാൾ കൂടുതൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ അഥവാ ബോട്ടുകളുടെ ആക്റ്റീവായി. ആരോ പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ യൂട്യൂബിലെ പഴയ പാട്ടുകൾ താഴെ ഹൂ ഈസ് വാച്ചിങ് ഇൻ 2026 എന്ന് വരുന്നു. ആയിരക്കണക്കിന് കമന്റുകൾ. ട്വിറ്ററിൽ പെട്ടെന്ന് ട്രെൻഡിങ് ആകുന്നു. ഇതെല്ലാം മനുഷ്യരാണെന്നാണോ കരുതിയത്? അല്ല, ഉള്ളിൽ ജീവനില്ലാത്ത എന്നാൽ പുറമെ ജീവനുള്ളതുപോലെ അഭിനയിക്കുന്ന ഫേക്ക് അക്കൗണ്ടുകളാണ്, അഥവാ സോംബി ഇന്റർനെറ്റ്. മുമ്പ് ലൈക്ക് അടിക്കാൻ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് AI വന്നതോടുകൂടി കളി മാറി. ഈ ബോട്ടുകൾ ഇന്ന് സ്വയം ചിന്തിക്കും. സീൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു AI പ്രോഗ്രാം ഒരു പോസ്റ്റ് ഇടുന്നു, രണ്ടാമതൊരു AI അതിനെ താഴെ മനുഷ്യനെ പോലെ കമന്റ് ചെയ്യുന്നു, മൂന്നാമതൊരു AI അത് ഷെയറും ചെയ്യുന്നു. ഇന്റർനെറ്റിൽ ഇപ്പോൾ നടക്കുന്നത് കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള സംസാരമാണ്. നമ്മൾ ഈ യഥാർത്ഥ മനുഷ്യർ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫേക്ക് മാട്രിക്സിൽ വന്നിരുന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യും സമയം കളയുന്നു. എന്തിനാണ് ഈ നാടകം? കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി ഇങ്ങനൊരു ഡെഡ് ഇന്റർനെറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് പിന്നിൽ വളരെ വലിയൊരു അജണ്ട ഉണ്ട്. ഒന്ന്, പണത്തിന്റെ കളി. ഇന്റർനെറ്റിലെ വലിയ ബിസിനസ് പരസ്യങ്ങളാണ്. ഈ പരസ്യങ്ങൾ മനുഷ്യർ കാണുന്നുണ്ടെന്ന് കമ്പനികളെ വിശ്വസിപ്പിക്കാൻ ഇവർ തന്നെ ബോട്ടുകളെ ഇറക്കി വ്യൂസ് കൂട്ടും. അതൊരു വമ്പൻ തട്ടിപ്പാണ്. രണ്ടാമത്തെ അജണ്ട മൈൻഡ് കൺട്രോൾ. ഒരു പ്രോഡക്റ്റ് ട്രെൻഡിങ് ആണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ബോട്ടുകൾ വഴി ആയിരക്കണക്കിന് പോസിറ്റീവ് കമന്റുകൾ ഉണ്ടാക്കുന്നു. അത് കണ്ട് നിങ്ങളുടെ സൈക്കോളജി മാറും. നിങ്ങൾ അത് വാങ്ങുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തകളെ അവർ ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ അജണ്ട പൊളിറ്റിക്കൽ കൺട്രോൾ. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു നേതാവിനെ കുറിച്ച് ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ ഈ ബോട്ട് വഴി പടച്ചുവിടുന്നു. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ഇതാണെന്ന് കരുതി യഥാർത്ഥ മനുഷ്യർ വോട്ട് മാറ്റിക്കുത്തുന്നു. ഒരു പൊളിറ്റിക്സ് പോലും ഇല്ലാത്ത കുറെ കോഡുകൾ ചേർന്ന് ഒരു രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നു. ഇതൊരു വെറും തിയറി മാത്രമാണെന്ന് കരുതി തള്ളിക്കളയാൻ വരട്ടെ. ഈ നിമിഷം ഇത് വായിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ എഴുതിയിരിക്കുന്നത് വരികൾ ഒരു യഥാർത്ഥ മനുഷ്യർ എഴുതിയതാണെന്ന്?
എൻ്റെ ഈ ചിന്തകളും വാക്കുകളും ഒരു AI ഏജന്റുകൾ ജനറേറ്റ് ചെയ്തതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? പോട്ടെ, ഈ പോസ്റ്റുകൾ താഴെ വന്ന കിടിലൻ കമന്റുകൾ ഇടുന്നത് യഥാർത്ഥ മനുഷ്യരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒരു പക്ഷേ ഈ ഇന്റർനെറ്റ് എന്ന വലിയ ശവപ്പറമ്പിൽ പെട്ടുപോയ അവസാനത്തെ മനുഷ്യർ നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളുടെ ചുറ്റും കാണുന്നതെല്ലാം നിങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി ആരോ എഴുതി വെച്ച വെറും കമ്പ്യൂട്ടർ കോഡുകൾ മാത്രമായിരിക്കും. ദെൻ വെൽക്കം ടു ദി ഡെഡ് ഇന്റർനെറ്റ്.